വിശ്വാസിക്കുള്ളത് എങ്കിൽ ആ പരിശുദ്ധ റമദാനിനെ എങ്ങനെയാണ് അവൻ ഉപയോഗപ്പെടുത്തിയത്? റമദാൻ വന്നു, റമദാൻ പോയി, പക്ഷെ അവന്റെ ഈമാനിൽ വർദ്ധനവുണ്ടാക്കിയെടുക്കാൻ അവന് സ്വാലിഹാത്തുകൾ കൊണ്ട് അവന് കഴിഞ്ഞില്ല എങ്കിൽ അവൻ നഷ്ടവാളിയാണ്. കാരണം പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ സമ്പൂർണ്ണത എത്തുന്നതിനനുസരിച്ച് അവന് സ്വർഗത്തിന്റെ സ്ഥാനങ്ങൾ വർദ്ധിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നു, ആർക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കിയിട്ടുള്ളത് എന്ന്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. നിശ്ചയം സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരാണോ അവർക്ക് ആതിഥ്യമേകാനുള്ളതാണ് സ്വർഗീയ പ്രതീക്ഷകൾ. അവരതിൽ ശാശ്വതമായി വസിക്കുന്നതാണ്. മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുകയില്ല. സ്വർഗത്തിൽ എത്രയോ നാളുകൊണ്ട് ജീവിക്കുന്നു. കുറച്ച് നാൾ ഈ സ്വർഗത്തിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കാം, ഈ സ്വർഗത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ലോകത്തേക്ക് ഒന്ന് പോകാം എന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുകയില്ല. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗത്തിൽ നിന്നും മാറിപ്പോകാൻ ആഗ്രഹിക്കാതെ ശാശ്വതത്വം നിശ്ചയിക്കപ്പെട്ടവരായി സ്വർഗത്തിൽ വസിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് സ്വർഗം. എത്ര ഉന്നതമായ ഇടമാണ്! ഈ ദുനിയാവേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഈ ഭൂമിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഈ ഭൂമിയുടെ ഏറ്റവും ഹൈടെക് സംവിധാനങ്ങളെ നമുക്ക് അറിയുകയുള്ളൂ. പക്ഷേ സ്വർഗത്തിന്റെ മനോഹാരിത അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി രമണീയമായ അവസ്ഥകളിലേക്ക് മാത്രം വിശ്വാസി ഒന്ന് കണ്ണോടിച്ചാൽ മതി. നശ്വരമായ, അവസാനിക്കേണ്ട, തീരേണ്ട ഈ ലോകത്തെ അല്ലാഹു തആല പടച്ചത് എത്ര മനോഹരമായിട്ടാണ്! വിസ്മയത്തോടു കൂടിയല്ലേ പ്രകൃതിയുടെ രഹസ്യങ്ങളെ നാം നോക്കിക്കാണുന്നത്. ഈ പ്രകൃതിയെ പടയ്ക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലുകൾ, ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല സംവിധാനിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ, ഇതിലൊക്കെ പലപ്പോഴും മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നു. ഉദിച്ചു വരുന്ന സൂര്യന്റെ മനോഹാരിത, അസ്തമാനത്തിലേക്ക് പോകുന്ന സൂര്യന്റെ ഭംഗി, നീലാകാശത്ത് പ്രഭവത്തിക്കൊണ്ട് ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഭംഗി, അതിന്റെ സൗന്ദര്യം എത്രയാണ്! എന്നാൽ ഇത് ഈ ഭൂമിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ സൗന്ദര്യങ്ങളുമാണെങ്കിൽ പടച്ച റബ്ബ് ഇതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് സ്വർഗ്ഗത്തെ പടച്ചിട്ടുള്ളത്.